ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൈന ജോയ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടിയാണ്. വളരെ രുചികരമായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ബീട്രൂട്ട് കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ മീഡിയം സൈസിലെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ സാധാരണ തോരനൊക്കെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഈ ഒരു രീതിക്ക് ബീട്രൂട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചടി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് കിട്ടാൻ പാകത്തിന് വളരെ കുറച്ച് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പിഞ്ച് ജീരകം. ഇത്രയും ചേർത്ത് കൊടുത്താൽ 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് വേകാൻ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് വെള്ളവും വറ്റി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതുപോലെ ബീട്രൂട്ടും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ബാക്കി അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം. അതിനായി മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് തിളപ്പിച്ച് എടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ അരപ്പിലുള്ള വെള്ളമൊക്കെ ഏകദേശം നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കട്ടയൊക്കെ ഉടച്ച് എടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കരുത്, എങ്കിൽ പിന്നെ തൈര് നല്ലതുപോലെ ലൂസായി പോകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. മൺചട്ടിയിലായതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടാകും. ഈ സമയത്ത് നമുക്ക് തൈര് ചേർക്കാം. നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. തൈരെല്ലാം ബീട്രൂട്ടിലേക്ക് ചേരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഫൈനലായിട്ട് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം ഒരു വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൂപ്പറായി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായ ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിനും സദ്യയ്ക്കും അതുപോലെ തന്നെ ഊണിനൊപ്പം ഇതുപോലൊരു ബീട്രൂട്ട് കിച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഹൈപ്പ് എന്ന ഓപ്ഷനുമുണ്ട്, അതും ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.